അല്ല രാജേന്ദ്രൻ സി പി ഐ ആയിരുന്നു. രാജേന്ദ്രൻ സി പി ഐയുടെ എം എൽ എ ആയിരുന്നു. അജിത്ത് സി പി ഐയുടെ എം എൽ എ അജിത്ത് അല്ല എന്നെ സഹായിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. മഹാഭൂരിപക്ഷം ജനങ്ങളും എന്നോട് പറഞ്ഞു എന്തായാലും CC മുന്നം പോരാട്ടത്തിൽ ഉണ്ടാക്കണം. CC മുന്നം പോരാട്ടത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യക്ഷമായ ഒരു അനുഭവം ആ പ്രദേശങ്ങളിൽ ഉണ്ടാവും. എന്നെ ദ്രോഹിച്ചവരെ ഭംഗിയായി സംസാരിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം കിട്ടുകയാണ് എനിക്ക്. അതൊന്നും എനിക്കറിയാം, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഒരു മിനിറ്റ്, ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മര്യാദ പുലർത്തണം. BJP ആളുകളുടെ കടന്നു തീർക്കുന്ന പാർട്ടിയല്ല. അല്ലല്ല ഒരു മിനിറ്റ് ഇതിനെ സംബന്ധിച്ചിടത്തോളം BJPയിലേക്ക് ഒരാൾ വരുമ്പോൾ BJPയിലേക്ക് ആളുകളെ ഞങ്ങൾ ചേർക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഈ ക്വസ്റ്റിന് തന്നെ പ്രസക്തിയില്ല. കാരണം CC മുകുന്ദനെ പോലുള്ള ഒരാൾ ഒരു കീറ ഷീറ്റ് വലിച്ചിട്ട് കിടന്ന് അന്തി ഉറങ്ങുന്ന ഒരാളാണ്. അയാൾക്ക് കാശ് വേണമെങ്കിൽ BJPയിൽ വരണമെന്നില്ല. നേരത്തെ ഒന്ന് കൈ അനക്കിയാൽ പോരെ, നല്ല കൊട്ടാരം പോലത്തെ വീട് പണിയാം. പല CPIയുടെ നേതാക്കന്മാരുടെ വീടുണ്ടല്ലോ. അപ്പോൾ ഇതിന് അദ്ദേഹത്തെ ഞങ്ങൾ കൊച്ചാക്കുന്നത് അങ്ങനെ BJP ഞങ്ങൾ അദ്ദേഹത്തെ BJPയിൽ ചേർക്കുന്നത് അദ്ദേഹം ഈ പാവപ്പെട്ടവനോട് സാധാരണക്കാരനോട് അവരുടെ ഇഴുകി ചേർന്ന് നിന്നുകൊണ്ടാണ്. അദ്ദേഹത്തെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കൈ കൊടുക്കും. അതിനാണ് കെട്ടിപ്പിടിച്ച. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാനിപ്പോൾ കുറേ MLA മാരുടെ ഒക്കെ പേര് നിങ്ങളോട് പറഞ്ഞു. അവർ ഇന്നലെ വരെ എതിർക്കുക, ചിലപ്പോൾ 1 മണിക്കൂർ മുമ്പ് എതിർത്ത ആളുകൾ വരും. അതിനിയും വരാനുണ്ട് പലരും. ഇപ്പം ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നലെ നടത്തിയിട്ടുള്ള ആളുകൾ പലരും BJP ചേരാൻ. ഞങ്ങൾ അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ജനങ്ങളുടെ വികസനം, ആ പ്രാദേശികമായുള്ള വികസനങ്ങൾ നിങ്ങൾക്കറിയില്ല. നാട്ടിക മണ്ഡലം എന്ന് പറഞ്ഞാൽ ആ വികസനത്തിൽ 5 വർഷം കൊണ്ട് ഞാൻ നടപ്പാക്കിയത് രാഷ്ട്രീയത്തിന് അതീതം ഒരുപാട് മാറ്റങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഭരിച്ചവരുണ്ട്. ആ മുമ്പ് ഭരിച്ച ആൾക്കാർ ഇപ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അതൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് പേയ്മെൻറ്റ് സീറ്റിനെ കുറിച്ച് പറയേണ്ട സാഹചര്യം. ആ പേയ്മെൻറ്റ് സീറ്റിനെ കുറിച്ച് പറയും. എന്നുവെച്ചാൽ മുമ്പ് മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥി എന്താ ചെയ്തത്? 10 വർഷം മത്സരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പാർട്ടി മാറ്റിയിട്ട് വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുക്കണം. അപ്പോഴാണ് ഒരു പേയ്മെൻറ്റ് സീറ്റ് സ്വഭാവം ഞാൻ പറഞ്ഞത്. എന്നിൽ അപ്രീതമായ ചില വിശ്വാസം. അപ്പോൾ എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസൊന്നും വിഷയമല്ലെന്നേ. കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും തരുന്ന ഫണ്ട് ആരെ ഫണ്ടാ നിങ്ങൾക്കറിയോ? ജനങ്ങളുടെ ഫണ്ടല്ലേ. ജനങ്ങളുടെ ഫണ്ടിൻ്റെ അകത്ത് ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. ഭംഗിയായി നമ്മൾ ഉപയോഗിക്കില്ലേ? അതെന്താ കുഴപ്പം? അത് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ആ ഫണ്ട് മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കലാണ് ഞങ്ങളുടെ പ്രവർത്തനം. അത് ഭംഗിയായി നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകും. തർക്കമില്ലല്ലോ എൻ്റെ അകത്ത്. അല്ല, അതിലേക്ക് കിടക്കണ്ട. ഞാൻ ഇപ്പോൾ പറഞ്ഞു ഒറ്റ വാചകമുള്ള അതിൻ്റെ അകത്ത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ നടക്കാവുന്ന ഫണ്ടുകൾ മുഴുവൻ ജനങ്ങളുടെ ഫണ്ടാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് സത്യസന്ധമായി ജനങ്ങൾക്ക് എത്തിക്കാൻ ഇന്ന ആൾക്കാർ വേണമെന്ന് ആ പാർട്ടി തീരുമാനിക്കുന്നു, ഉൾക്കൊള്ളുന്നു, മുന്നോട്ട് പോകുന്നു. വേറെ സംശയം ഉണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ അതിന്റെ വളരെയധികം ബഹുദൂരം പിന്നിലായിരുന്നു. അപ്പോൾ LDF എന്ന് മാറി BJPയിൽ എത്തുമ്പോൾ അതെങ്ങനെയായിരിക്കും? അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. 60% വോട്ട് പിടിച്ചു. ചില LDF നേതാക്കൾ, പ്രത്യേകിച്ച് CPI നേതാക്കൾ താങ്കളെ കൂട്ടത്തോടെ ദ്രോഹിച്ചു എന്ന് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. പേര് പിന്നെ പറയാം. ഇപ്പോഴെങ്കിലും ആ പേര് പറയാൻ തയ്യാറാണ്. നമുക്ക് രാഷ്ട്രീയ പോരാട്ടത്തിൽ പറഞ്ഞാൽ മതില്ലേ? നിങ്ങൾ അവിടെ വരുമല്ലോ. അതിന്റെ ഒറ്റ ഇവിടെ അവസരം ഞാൻ പറഞ്ഞല്ലോ. പേര് അക്കമിട്ട് എന്നോട് ഈ സ്ഥാനാർത്ഥിയെ ജയിച്ചു വന്ന കാശ് ചോദിച്ച നേതാക്കന്മാരുണ്ട്. ആ പച്ചപ്പൊന്നിലാണ് വന്നപ്പോ കാശ് ചോദിച്ച പാർട്ടിയുടെ ആൾക്കാരുണ്ടല്ലോ. അത് നമ്മൾ പറയല്ലോ. എനിക്ക് അത് പറയും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. അതൊക്കെ ചെറുപ്പം മുതൽ പഠിച്ചതാ. ഏത് പഠിപ്പിക്കണ്ട. അതൊക്കെ ഞാൻ ഭംഗിയായി പഠിക്കാനോ ഇത്ര 15 വയസ്സ് തൊട്ട് തുടങ്ങി പാഠകത്ത് വന്നു. അതിനേക്കാളും മുമ്പ് വിദ്യാർത്ഥി ഫെഡറേഷനായി പ്രവർത്തിച്ചു, യുവജന ഫെഡറേഷനായി പ്രവർത്തിച്ചു, മുദ്രാക്കി അങ്ങനെ പഠിക്കണം. ഒരു സമര പോരാട്ടത്തിൽ എങ്ങനെ നിലനിൽക്കുന്നൊക്കെ പഠിച്ച് മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരു അതൊക്കെ അതിന്റെ ഘടകം. ഇപ്പൊ എന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഘടകം തീരുമാനിക്കും. ആ ഘടകം തീരുമാനിക്കും ആര് വേണം എന്തൊക്കെ ചെന്ന് തീരുമാനിക്കും. അതല്ല